സുദർശന ശാപമോക്ഷം. ഭഗവാന്റെ മറ്റൊരു ലീല നമുക്ക് കേൾക്കാം. ശ്രീകൃഷ്ണ ഭഗവാനും നന്ദഗോപരും മറ്റു ഗോപന്മാരും എല്ലാവരും കൂടെ വൃന്ദാവനത്തിനകത്ത് അംബികാവനം എന്നൊരു വനമുണ്ട്. അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിൽ പോയി അവിടുത്തെ ഉത്സവമെല്ലാം കണ്ട് ആസ്വദിച്ച് എല്ലാത്തിലും പങ്കുകൊണ്ട് രാത്രിയായപ്പോൾ എല്ലാവരും അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും നല്ല ഉറക്കമായി. അർദ്ധരാത്രിയായി. അങ്ങനെ ആ രാത്രിയിൽ ഭയങ്കരനായിട്ടുള്ള ഒരു പെരുമ്പാമ്പ് ശ്രീകൃഷ്ണന്റെ പിതാവായിട്ടുള്ള നന്ദഗോപനെ വിഴുങ്ങാനായിട്ട് തുടങ്ങി. ആ നന്ദഗോപരുടെ രോദനം കേട്ട് എല്ലാവരും ഉണർന്നു. നന്ദഗോപർ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ഗോപന്മാരെല്ലാവരും ഓടിയെത്തി. എല്ലാവരും തീക്കൊള്ളികളൊക്കെ കൊണ്ടുവന്ന് അതിനെ തല്ലാനൊക്കെ നോക്കി. പല രീതിയിലും അതിനെ ഉപദ്രവിച്ച് വിരട്ടി വിടാനെല്ലാം നോക്കി. എന്ത് ചെയ്തിട്ടും സാധിക്കുന്നില്ല. ആ പെരുമ്പാമ്പ് നന്ദഗോപരെ വിടുന്ന യാതൊരു ലക്ഷണവും കാണാനില്ല. ഗോപന്മാരെല്ലാവരും രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അർത്ഥസ്വരത്തിൽ അവര് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. അത് കേട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടേക്ക് വന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ സകലർക്കും ആശ്രയമായിട്ടുള്ള, എല്ലാവരുടെയും ഹൃദയകമലങ്ങളിൽ ധ്യാനിക്കുന്ന ഭഗവാന്റെ ആ സുന്ദര പാദങ്ങളെ കൊണ്ട്, വൈഷ്ണവ ചിഹ്നങ്ങളോടുകൂടിയ ആ പാദങ്ങളെ കൊണ്ട് ഭഗവാൻ ആ പെരുമ്പാമ്പിനെ ഒന്ന് സ്പർശിച്ചു. ഭഗവാന്റെ തൃപ്പാദം കൊണ്ട് ആ പാമ്പിനെ ഒന്ന് തൊട്ടപ്പോൾ തന്നെ ആ പാമ്പ് രൂപം മാറി ഒരു വിദ്യാധരനായി മാറുകയാണ്. സുദർശനൻ എന്നു പേരുള്ള ഒരു വിദ്യാധരനായിരുന്നു ആ പെരുമ്പാമ്പായിട്ട് വന്ന് നന്ദഗോപരെ വിഴുങ്ങാനായി വന്നത്. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഭഗവാന്റെ തിരുപാദ സ്പർശം കൊണ്ട് ശാപമോക്ഷം കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് വിദ്യാധരൻ ഭഗവാന്റെ പിതാവായിട്ടുള്ള നന്ദഗോപരെ തന്നെ വിഴുങ്ങാൻ നോക്കിയത്. ഭഗവാൻ വരുമല്ലോ രക്ഷിക്കാൻ. എല്ലാം അറിയുന്ന ഭഗവാൻ തനിക്ക് ശാപമോചനം തരുമെന്ന് സുദർശനൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആ രാത്രിയിൽ അവിടെ വന്ന് നന്ദഗോപരെ വിഴുങ്ങുന്നത്. ഈ വിദ്യാധരന്, സുദർശൻ എന്ന പേരുള്ള ഇദ്ദേഹത്തിന് ശാപം കിട്ടിയത് ചില മുനിമാരിൽ നിന്നുമായിരുന്നു. ഇദ്ദേഹം മുനിമാരെ പരിഹസിക്കുകയുണ്ടായി. ആ പരിഹാസത്തിന്റെ ഭാഗമായിട്ട് അവർ ദേഷ്യത്തില്, ക്രോധത്തില് ഇദ്ദേഹത്തെ ശപിക്കുകയാണ്. ശപിച്ചുവെങ്കിലും ശാപമോക്ഷം ഉണ്ടായിരുന്നു. ആ ശാപമോക്ഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. എന്താണ്? ഭഗവാന്റെ പാദസ്പർശമേൽക്കുക എന്നത്. അങ്ങനെ ഭഗവാന്റെ പാദസ്പർശമേൽക്കുകയും ഭഗവത് ദർശനം ഉണ്ടാവുകയും ഭഗവാന്റെ അനുഗ്രഹം നേടുകയും ചെയ്തു മുനിമാരാൽ ശാപഗ്രസ്തനായിട്ടുള്ള ആ സുദർശൻ എന്ന വിദ്യാധരൻ. അങ്ങനെ ഭഗവാൻ ഒരുപാട് സ്തുതിച്ചു. അദ്ദേഹം സുദർശനൻ ഭഗവാന്റെ അനുജ്ഞ വാങ്ങി തിരിച്ച് സ്വർലോകത്തേക്ക് പോവുകയാണ്. നന്ദഗോപരെ വലിയൊരു വിപത്തിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാൻ മോചിപ്പിച്ചു. എല്ലാവരും ആശ്ചര്യഭരിതരായി, ഗോകുലവാസികളെല്ലാം. അന്നത്തെ ദിവസം അവിടെ തന്നെ അവർ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം വൃന്ദാവനത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇതാണ് സുദർശന ശാപമോക്ഷകഥ. ഇനി ശംഖചൂഡവധം കേൾക്കാം നമുക്ക്. ഒരിക്കല് ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും കൂടെ രാത്രി കാലത്ത് വനത്തിലെത്തുകയാണ്. വൃന്ദാവനത്തിന്റെ ഉൾക്കാടുകളിലേക്ക് എത്തുകയാണ്. തങ്ങൾക്ക് പ്രിയപ്പെട്ട ഗോപികമാരുമായിട്ട് അവര് രാസക്രീഡകൾ ചെയ്യുകയാണ്. സല്ലപിച്ച് ഉല്ലസിച്ചുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ട് അങ്ങനെ വിഹരിക്കുകയാണ് രാത്രിയില് വൃന്ദാവനക്കാടുകളിൽ. അങ്ങനെ ശ്രീകൃഷ്ണനും ബലരാമനും ഗോപികമാരോടൊത്ത് രാസലീല ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രാത്രിയില് ശംഖചൂഡൻ എന്നു പേരായിട്ടുള്ള കുബേരന്റെ വൃത്യനായ ഒരാള് വരികയാണ് അവിടേക്ക്. ആ കുബേരവൃത്യനായ ശംഖചൂഡൻ ഈ സ്ത്രീജനങ്ങളെ, ഗോപികമാരെ യാതൊരു കൂസലും കൂടാതെ കടത്തിക്കൊണ്ടുപോവുകയാണ്. ഗോപികമാരുടെ എണ്ണത്തിൽ കുറവ് വരുന്നു. ചില ഗോപികമാരെ കാണുന്നില്ല. എല്ലാവരും പരസ്പരം അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ ഭഗവാന് മനസ്സിലായി ഗോപികമാരെ കടത്തിക്കൊണ്ടുപോകുന്നത് ശംഖചൂഡനാണെന്ന്. അത് കണ്ട ഭഗവാൻ
വളരെ ക്രുദ്ധനായി. അവന്റെ പിന്നാലെ പിന്തുടർന്നു. അവൻ ഓടി. ഭഗവാൻ വരുന്നത് കണ്ട് അവൻ ശരവേഗത്തിൽ പായുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ശംഖചൂഡന്റെ പിറകിൽ ഭഗവാനും അവനെ പിന്തുടർന്ന് ഓടി അവന്റെ പിന്നാലെ. ഭയന്നുകൊണ്ട്, ഭഗവാനെ ഭയന്ന് അവൻ എന്ത് ചെയ്തു? ഗോപികമാർ ആ സ്ത്രീജനങ്ങളെ എല്ലാം കൊണ്ടുപോയിരുന്നവരെ എല്ലാം മോചിതരാക്കി. അവരെല്ലാം വിട്ട് വീണ്ടും മുന്നോട്ട് ഓടിപ്പോകാനായിട്ട് ശ്രമിച്ചു. ഭഗവാൻ അവനെ വിട്ടില്ല. ഭഗവാൻ അവന്റെ പിന്നാലെ പോയി പിന്തുടർന്ന് അവന്റെ പിറകിൽ ഓടിയെത്തി അവനെ നിഗ്രഹിച്ചു. അങ്ങനെ ആ ശംഖചൂഡനെ ഭഗവാൻ നിഗ്രഹിച്ച് അവന്റെ ശിരസിലൊരു രത്നം ഉണ്ടായിരുന്നു. ആ രത്നം ചൂഴ്ന്നെടുത്തു. ശംഖചൂഡനിൽ നിന്നും ലഭിച്ച അവന്റെ ശിരസിലുണ്ടായിരുന്ന ആ രത്നം ഭഗവാൻ ബലരാമന് സമ്മാനമായിട്ട് നൽകുകയും ചെയ്തു. ഇങ്ങനെയാണ് ഭഗവാൻ ശംഖചൂഡനെ വധിച്ചത്. ഇതാണ് ഭഗവാന്റെ മറ്റൊരു ലീല. ഇനി ഭഗവാൻ അരിഷ്ടൻ എന്ന അസുരനെ വധിച്ചത് കേൾക്കാം. അരിഷ്ടാസുരവധം. ഈ അരിഷ്ടന് വൃഷഭാസുരൻ എന്ന പേരുമുണ്ട്. ഭഗവാന്റെ അരിഷ്ടാസുരവധം നമുക്ക് കേൾക്കാം. ഒരു ദിവസം അരിഷ്ടൻ എന്ന പേരുള്ള ഒരു അസുരൻ ഒരു കൂറ്റൻ കാളയുടെ രൂപത്തിൽ വൃന്ദാവനത്തിലേക്ക് വരികയാണ്. ഈ കാളയുടെ രൂപമുള്ളത് കൊണ്ടാണ് വൃഷഭാസുരൻ എന്ന പേര് അരിഷ്ടന് ലഭിച്ചത്. അങ്ങനെ വൃന്ദാവനത്തില് മുക്രയിട്ടുകൊണ്ടും ഭൂമിയിൽ ഊക്കോടെ കുളം പഠിച്ചുകൊണ്ടും കൊമ്പുകൾ കൊണ്ട് കുത്തി ആ ഭൂമിയെ മറച്ചുകൊണ്ടും കുന്നിൻ ചെരുവുകളെയും മലകളെയെല്ലാം കുത്തിമറിച്ചുകൊണ്ട് മണ്ണെല്ലാം കുത്തിയിളക്കിക്കൊണ്ട് അതുപോലെ മൂത്രവും ചാണകവുമെല്ലാം വിസർജിച്ചുകൊണ്ട് വളരെയധികം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അതിഭയങ്കരനായിട്ടുള്ള ഒരു വൃഷഭം, ഒരു കാളരൂപിയായ അസുരൻ വരികയാണ് വൃന്ദാവനത്തിലേക്ക്. ഈ അരിഷ്ടൻ വൃന്ദാവനത്തിലേക്ക് ഗോകുലത്തിലുള്ള എല്ലാവരെയും ഭയചകിതരാക്കി ഭയഗ്രസ്തരാക്കിക്കൊണ്ട് ഇങ്ങനെ നിന്ന് ഭഗവാനായിക്കൊണ്ട് അന്വേഷിക്കുകയാണ്. കംസൻ വിട്ടതാണ് ഭഗവാനെ അപായപ്പെടുത്താൻ. അങ്ങനെ ഭഗവാനെ കിട്ടുന്നതിനായിട്ടാണ് അവന്റെ ഈ പരാക്രമങ്ങളെല്ലാം. ഇതെല്ലാം കണ്ട് ഗോകുലവാസികൾ ഭയന്നു. പശുക്കൾ കയറുപൊട്ടിച്ച് അങ്ങിങ്ങായി ചിതറി ഓടിപ്പോയി. വൃന്ദാവനവാസികൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ വിളിച്ചുകൊണ്ട് രക്ഷിക്കണേ എന്ന് മുറവിളി കൂട്ടുകയാണ്. അവർക്കറിയാം എന്താപത്ത് വന്നാലും രക്ഷിക്കാൻ സാധിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന് മാത്രമാണ് എന്ന്. ശ്രീകൃഷ്ണൻ സാക്ഷാൽ ഭഗവാനാണ് എന്ന് അവർക്കറിയില്ലെങ്കിൽ കൂടെ ഭഗവാൻ മായ കൊണ്ട് അവരുടെ ബുദ്ധിയെല്ലാം ഭ്രമിച്ചിട്ടുണ്ട്. ഭഗവാൻ അവരുടെ മുൻപിൽ സത്യത്തെ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കൂടെ അവരുടെ അവബോധ മനസ്സിൽ എവിടെയോ ഇത് ദിവ്യശക്തിയുള്ള ഒരു ബാലനാണ്, ഏതോ ഒരു ദേവന്റെ അവതാര പുരുഷനാണ് എന്നൊക്കെ ഒരു തോന്നൽ അവരിലുണ്ടായിരുന്നു. കാരണം എന്തൊരാപത്ത് വന്നാലും അവരാദ്യം വിളിക്കുന്നത് കൃഷ്ണനെയായിരുന്നു. ഒരു നിസ്സഹായ അവസ്ഥ വരുമ്പോൾ കൃഷ്ണൻ തങ്ങളെ സഹായിക്കും. അവരുടെ അനുഭവം അതാണ്. എത്രയോ തവണ ഗോകുലവാസികളെ ഇതുപോലെ ഭഗവാൻ രക്ഷിച്ചിരിക്കുന്നു. ഭഗവാനെ വധിക്കാൻ വന്ന എത്രയോ അസുരന്മാരെ, ഘോരന്മാരും ഭീകരന്മാരുമായ അസുരന്മാരെ ഭഗവാൻ വളരെ നിസാരമായി വധിച്ചിരിക്കുന്നു. ഇതുകൊണ്ടെല്ലാം അവർക്ക് കൃഷ്ണനെ അഭയം പ്രാപിക്കാനാണ് തോന്നുന്നത്. ഒരാപത്ത് വരുന്ന സമയത്ത്, ഭയം വരുന്ന സമയത്ത് അവര് കൃഷ്ണനെ വിളിച്ചു രക്ഷിക്കണേ എന്ന് മുറവിളി കൂട്ടുകയാണ്. കൃഷ്ണൻ ഓടിയെത്തി ഗോപന്മാരെ സമാധാനിപ്പിച്ചു. ഭഗവാൻ അരിഷ്ടാസുരവധം എന്ന തന്റെ ലീലയാടാൻ ഭഗവാൻ തീരുമാനിക്കുകയാണ്. ഭഗവാൻ കാളരൂപിയായി വന്ന അരിഷ്ടാസുരനെ പ്രലോഭിപ്പിക്കുകയാണ്. ഭഗവാൻ കൈയടിച്ചുകൊണ്ട് ആ കാളയെ പ്രകോപിപ്പിച്ചു, കൂകി വിളിച്ചു കാളയെ. അങ്ങനെ ആ കാളയുടെ ക്രോധം ഭഗവാൻ വർദ്ധിപ്പിക്കുകയാണ്. അവനോ അവന്റെ മൂർച്ചയേറിയ കൊമ്പുകൾ കൊണ്ട് ക്രോധത്തില്, വളരെ കോപത്തില് ഭഗവാന്റെ അടുത്തേക്ക് ആഞ്ഞ് ഓടിക്കൊണ്ടുവരികയാണ്. കൊമ്പുകൾ കൊണ്ട് മുന്നോട്ട് ആഞ്ഞു കുത്താൻ ശ്രമിക്കുകയാണ് ഭഗവാന്റെ നേരെ. ഭഗവാൻ എന്ത് ചെയ്തു? ആ വൃഷഭാസുരന്റെ കൊമ്പുകൾ പിടിച്ച് പുറകോട്ട് തള്ളി വീഴ്ത്തിയാണ്.
കൊമ്പുകളിൽ പിടിച്ച് ഭഗവാൻ മല്ലയുദ്ധം ആരംഭിച്ചു. അവൻ ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിന്നു. ഭഗവാൻ ആ കൊമ്പിൽ പിടിച്ച് അവനെ കറക്കിയെറിഞ്ഞു. അവൻ അവിടെ നിലത്തുപോയി പതിച്ചു. വീണ്ടും അവൻ ഉടഞ്ഞ് എഴുന്നേറ്റ് ഭഗവാന്റെ നേർക്ക് വീണ്ടും വരികയാണ് ആ അസുരൻ. ഭഗവാൻ അവന്റെ കൊമ്പുകളിൽ വീണ്ടും പിടിച്ച് അവനെ നിലത്തടിച്ചു. കൊമ്പുകൾ രണ്ടും പറിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ അവനെ താടിച്ച് കൊന്നുകളഞ്ഞു. ആ കൊമ്പുകൾ കൊണ്ട് തന്നെ ഭഗവാൻ അവനെ കുത്തിക്കൊല്ലുകയാണ്. അവന്റെ കൊമ്പുകൾ കൊണ്ട് തന്നെ. അങ്ങനെ കാളയുടെ രൂപത്തിൽ വന്ന ആ വൃഷഭാസുരൻ, അരിഷ്ടാസുരൻ ഭഗവാന്റെ കൈയാൽ വധിക്കപ്പെടുകയാണ്. അങ്ങനെ അവനും മോക്ഷം നേടുകയാണ്. ഇതാണ് ഭഗവാന്റെ വൃഷഭാസുര വധലീല അഥവാ അരിഷ്ടാസുര വധലീല. ഇഷ്ടമായില്ലേ? ഇനി തുടർന്ന് ഭഗവാന്റെ മറ്റു ലീലകൾ നമുക്ക് കേൾക്കാം. ഹരേ കൃഷ്ണ.